നമസ്കാരം. ഒരു ദിവസം കൊണ്ട് നേടിയത് 14 ലക്ഷം കോടി രൂപ. ഇയാൾ മനുഷ്യനോ മാന്ത്രികനോ? അംബാനി വരെ ഞെട്ടിപ്പോകുന്നു. സ്പേസ് എക്സ് വിപണിയിലേക്ക് ഇറങ്ങിയതോടെ ഇലോൺ മസ്ക് വാരിക്കൂട്ടുന്ന സമ്പത്തിന് കയ്യും കണക്കുമില്ല. ലോകത്തിലെ നമ്പർ 1 കോടീശ്വരൻ ഇലോൺ മസ്ക് വീണ്ടും കളം നിറയുകയാണ്. ഇത്തവണ മസ്ക് കാണിച്ച മാസ് പ്രകടനം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ആഗോള സാമ്പത്തിക ലോകം. വെറുമൊരു ദിവസം കൊണ്ട് മസ്ക് തന്റെ പോക്കറ്റിലാക്കിയത് എത്രയാണെന്ന് അറിയാമോ? ഏകദേശം 164.8 ബില്യൺ ഡോളറാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്താൽ ഏകദേശം 14 ലക്ഷം കോടിയോളം രൂപ. ലോകം മൂക്കത്ത് കൈവച്ചു ചോദിക്കുന്നു, ഇയാൾ മനുഷ്യനോ അതോ മാന്ത്രികനോ എന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള മുകേഷ് അംബാനിയുടെ ആകെ ആസ്തിയായിട്ടുള്ള 89.7 ബില്യൺ ഡോളറിന്റെ ഏതാണ്ട് ഇരട്ടിയാണ് മസ്ക് ഒറ്റ ദിവസം കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തതെന്നുള്ളത്. ഇത് ലോകത്തിലെ ആദ്യ ട്രില്യനെയർ എന്ന ചരിത്ര നേട്ടവും ഈ ശതകോടീശ്വരൻ തന്റെ പേരിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞു. മസ്കിന്റെ ഈ അവിശ്വസനീയമായിട്ടുള്ള കുതിപ്പിന് പിന്നിലെ കഥ എന്ന് പറയപ്പെടുന്നത് പലർക്കും കൃത്യമായിട്ടും മനസ്സിലാകേണ്ടതും അറിയേണ്ടതുമാണ്. അപ്പോൾ സ്പേസ് എക്സ് വിപണി എന്ന് പറയപ്പെടുന്നത് മസ്കിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള സ്പേസ് എക്സ് അമേരിക്കൻ ഓഹരി വിപണിയായിട്ടുള്ള നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തതാണ്. ഈ തലകീഴായ മറിയലിന് കാരണമായത് അതുകൊണ്ട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ IPOകളിൽ ഒന്നാണ് സ്പേസ് എക്സ് വിപണിയിലേക്ക് എത്തിയത്. വെറും ഒരു ട്രേഡിംഗ് ദിനം കൊണ്ട് മാത്രം മസ്കിന്റെ ആസ്തിയിൽ 14.71% അമ്പരിപ്പിക്കുന്ന വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ടെസ്ലയ്ക്ക് പിന്നാലെ സ്പേസ് എക്സ് കൂടി പണം പാരുന്ന യന്ത്രമായി മാറിയതോടെ മസ്കിന്റെ ആകെ സമ്പത്ത് ഇപ്പോൾ 1.3 ട്രില്യൺ ഡോളർ ആയിരിക്കും. അതായത് ട്രില്യൺ ഡോളറിന് അടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മസ്ക്. ഒരു ഓഹരിക്ക് $135 എന്ന നിലയിലാണ്, അല്ലെങ്കിൽ ആ വില കൊടുത്തിട്ടാണ് IPO ആരംഭിച്ചത്. ഇതിലൂടെ മാത്രം കമ്പനി സമാഹരിച്ചത് എത്ര കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 75 ബില്യൺ ഡോളറാണ്. ഒന്നാം ദിനമായിട്ടുള്ള ലിസ്റ്റിംഗ് ദിനത്തിൽ തന്നെ ഓഹരി വില എന്ന് പറയപ്പെടുന്ന $150 തുടങ്ങി $161.11 കുതിച്ചു വരുന്നു. ആദ്യ ദിനം തന്നെ കിട്ടിയത് 19% ലാഭമാണ്. രണ്ടാം ദിനത്തിലുണ്ടായ കുതിപ്പ് തുടർന്ന ഓഹരി വില എന്ന് പറയപ്പെടുന്നത് $192.45 എത്തി. ഇതോടെ സ്പേസ് എക്സിന്റെ ആകെ വിപണി മൂല്യം എന്ന് പറയപ്പെടുന്ന $2 ട്രില്യൺ കടന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ വ്യാപാരത്തിന്റെ ഓഹരി വീണ്ടും 14% വരെ ഉയർന്ന് $220 എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ വെറും 3 ട്രേഡിംഗ് ദിവസങ്ങൾ കൊണ്ട് സ്പേസ് എക്സ് ഓഹരികൾ സ്വന്തമാക്കിയത് 60%-ലേറെയുള്ള നേട്ടമാണ്. കമ്പനിയുടെ ആകെ വിപണി മൂല്യം ഇതോടുകൂടി $2.7 ട്രില്യൺ ഉയരുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആര് എന്ന് ചോദിച്ചാൽ അത് മുകേഷ് അംബാനിയാണ്. അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യത്തിന്റെ ആകെ മൂല്യമാണ് മസ്ക് വെറും 24 മണിക്കൂർ കൊണ്ട് തന്നെ തന്റെ അക്കൗണ്ടിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്ന് പറയട്ടെ. IPOയ്ക്ക് മുമ്പ് തന്നെ ഏകദേശം $800 ബില്യൺ അധികം ആസ്തി ഉണ്ടായിരുന്ന മസ്ക് സ്പേസ് എക്സിന്റെ വരവോടുകൂടി ഇനി ആർക്കും തൊടാനാകാത്ത ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെയും ബിസിനസ് തന്ത്രങ്ങളുടെയും കാര്യത്തിൽ തനിക്കെതിരെ നിൽക്കാൻ നിലവിൽ ലോകത്ത് തന്നെ ആരുമില്ലെന്നാണ് ഇലോൺ മസ്ക് ഇപ്പോൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ ഓഹരി മുന്നേറ്റം തുടരുകയാണ് എങ്കിൽ മസ്കിന്റെ സമ്പത്ത് എങ്ങോട്ട് ഉയരുമെന്ന് പ്രവചിക്കാൻ പോലും സാമ്പത്തിക വിദഗ്ധർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൽ ഒരൊറ്റ ദിവസം കൊണ്ട് മസ്ക് നേടിയെടുത്തത് 14 ലക്ഷം കോടി രൂപയാണ്. സത്യത്തിൽ ഇയാൾ മാന്ത്രികനാണോ അതോ മനുഷ്യനാണോ?